ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ചാമ്പ എന്ന് പറയുന്ന ഫ്രൂട്ട്സ് ആണ്. മലയാളത്തിൽ നമ്മൾ ചാമ്പ എന്ന് പറയുമെങ്കിലും ഇംഗ്ലീഷിൽ നമുക്ക് ഇതിനെ വാട്ടർ ആപ്പിൾ എന്നാണ് പറയുന്നത്. ഏകദേശം 1000-ലധികം വെറൈറ്റീസുകൾ ഉണ്ട്. ഇപ്പൊ ഇത് എൻ്റെ ഷോപ്പിന്റെ മേളില് ഞാനൊരു ഡ്രമ്മിൽ വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ എന്തായാലും പറയാം. എങ്ങനെയുണ്ട് ഫ്രൂട്ട്സ്? ഇന്ന് നമ്മളിവിടെ ഒരു പച്ച കളറിലുള്ള വാട്ടർ ആപ്പിൾ ആണിത്. അപ്പൊ ഇത് ജയന്റ് സൈസ് ആണ്. ഇപ്പൊ നമ്മളുടെ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിലെന്താ പറയാ, കുറെ ഫ്രൂട്ട്സുകളായിട്ടുണ്ട്. ആദ്യം വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പറിച്ച് കഴിച്ചു. അതുകൂടാതെ തന്നെ വന്നു കഴിഞ്ഞിട്ട് നല്ല വലിപ്പത്തിലുള്ള ഫ്രൂട്ട്സ് ആണ് ഇതിലുള്ളത്. ഇപ്പൊ ഒരു 2 ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, ഒരു നേരത്തെ നമ്മുടെ ഫുഡ് വരെ വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും വലിപ്പമുള്ള ഒരു ജൈന്റ് സൈസ് ഫ്രൂട്ട്സ് ആണ്. ഇപ്പൊ ആദ്യം ഒരു തവണ ഉണ്ടാകാനായിട്ട് നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ ഇതിന്റെ മേളിൽ നിന്ന് ഒരു ഷീറ്റൊക്കെ വലിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കാറ്റൊക്കെ അടി കൊണ്ട് ഒരു 10-15 എണ്ണത്തോളം പൊട്ടിപ്പോയി. ഇപ്പൊ ഇതിൽ നിന്നുണ്ടായതിൽ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് ഫ്രൂട്ട്സുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ല വലിപ്പത്തിൽ വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം പറിച്ചിട്ടില്ല, ബാക്കിയുള്ളതൊക്കെ ആയി വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇപ്പൊ പറിച്ചിരിക്കുന്നത് ഇത്രയും ഫ്രൂട്ട്സ് ആണ്. ഇതിൽ വന്നു കഴിഞ്ഞിട്ട് ധാരാളം വാട്ടർ കണ്ടന്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വീട്ടിൽ നമുക്ക് ഇതേപോലെ ഒരെണ്ണം വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത്യാവശ്യം ചാമ്പ പല വെറൈറ്റീസുകൾ ഉണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഷോപ്പിന്റെ മേളിലാണല്ലോ വെച്ചിരിക്കുന്നത്. വീട്ടിലാണെങ്കിൽ ഒരു 6 വെറൈറ്റി ചാമ്പയുണ്ട്. ഉമ്മർ ചാമ്പയുണ്ട്, ദൽഹേരി ഉണ്ട്, മാധുരി ഉണ്ട്, പിന്നെ നമ്മളുടെ നോർമൽ സീഡ്ലെസ് റെഡ് ഉണ്ട്, പനീര് വൈറ്റ് ഉണ്ട്. അപ്പോ ഇതേപോലെയുള്ള ചാമ്പകളെല്ലാം നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത്യാവശ്യം കുട്ടികൾക്കുള്ള ഫ്രൂട്ട്സ് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റും. ഈ പേരനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പേരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെയും കൂടി ഞാനൊരു 1-2 പേരൊക്കെ ഇതിൽ നിന്ന് പറിച്ചുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇത് സപ്പോട്ട. ഇതിൽ വന്നു കഴിഞ്ഞിട്ട് കണ്ട കായൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഇതിലുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം പറിച്ചു. ഇപ്പൊ എന്തായാലും പുതിയത് പൂവൊക്കെ ആയി വരുന്നുള്ളൂ. അപ്പോ ഇതിന് കുറച്ച് ടൈം നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടില് കുറച്ച് ടൈമാണ് ഇതിൽ സ്പെൻഡ് ചെയ്യാറുള്ളൂ. ഒരു ഡ്രമ്മിൽ കുറച്ച് വളമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ കുട്ടികൾക്ക് ഇതേപോലെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ല വെറൈറ്റീസ് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് വലിയ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് വന്നു കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് അവരുടെ മൈൻഡിന് നല്ല റിലാക്സേഷൻ ഉണ്ടാവും. കുറച്ച് ഡ്രമ്മിൽ വളമൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിനോടുള്ള ഒരു താല്പര്യം വരും. അപ്പോൾ ഡെയിലി നല്ല ഫ്രൂട്ട്സ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇതേപോലെ ചെയ്യാം, നല്ല ഫ്രൂട്ട്സ് എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബൈ.